കൊല്ലത്തെ കലാപൂരത്തിന്റെ ഓരോ സ്പന്ദനങ്ങളും ഒപ്പിയെടുത്ത് പ്രേക്ഷകരുടെ കണ്ണാവുകയായിരുന്നു 24. ഓരോ വീടിന്റെയും സ്വീകരണ മുറികളിൽ കലക്കൻ കൊല്ലമെത്തി. തുടക്കം മുതൽ സമാപന സമ്മേളനം വരെ ആവേശം ചൊരാത്ത റിപ്പോർട്ടിംഗ് ആണ് 24 ഉറപ്പാക്കിയത്. അഞ്ച് രാപകലുകൾ 80 പേരടങ്ങുന്ന കൂറ്റൻ സംഘം. കലോത്സവ നഗരിയുടെ ഹൃദയതാളമായി അക്ഷരാർത്ഥത്തിൽ 24. പ്രത്യേക പവലിയനിലും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോയിലും 100 കണക്കിന് പ്രതിഭകളാണ് കലാപ്രകടനങ്ങളുമായി എത്തിയത്. 24 വാർത്താവതാരകർ നേരിട്ട് കലോത്സവ സ്പന്ദനം പകർത്താൻ കൊല്ലത്തെത്തിയതും പ്രേക്ഷകർക്ക് പുത്തൻ അനുഭവമായി. ഞാൻ വിചാരിക്കുന്നത് എവിടെ പോയി. ഇന്നലെ രാത്രിയൊക്കെ നമ്മൾ ആൾക്കൂട്ടത്തിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കി. എന്തൊരു ജനക്കൂട്ടമാണെന്നറിയോ കൊല്ലത്തിപ്പോൾ. ആശ്രാമ മൈതാനം കൊല്ലമൊക്കെ പൊതുവെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. ടേസ്റ്റ് ഉണ്ടല്ലോ. ഇത് ഏതാണ് പഴയുടെ മാജിക് അല്ലേ? ഇവിടെ വരുന്ന ഓരോ കുട്ടികളും വിജയികളാണ്. ഇവിടെ മത്സരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിന് ചെറിയ കാര്യമല്ല. വേദികളിലും മത്സര വിജയികൾക്കരികിലും ഊട്ടുപുരയിലുമെല്ലാം 24 ക്യാമറ എത്തി. ഒടുവിൽ 24 സ്പെഷ്യൽ സ്റ്റോറിയെക്കുറിച്ച് സമാപന സമ്മേളന വേദിയിൽ മമ്മൂട്ടിയുടെ പരാമർശവും. വരാമെന്നുള്ള കാര്യം തീരുമാനിച്ചപ്പോഴാണ് ഞാനൊരു വീഡിയോ ക്ലിപ്പ് കാണുന്നത്. മമ്മൂട്ടി എന്തുടുപ്പിട്ടിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക? മമ്മൂക്ക ഏത് ലുക്കിലായിരിക്കും വരിക? മമ്മൂക്ക ഏത് ലുക്കിലാന്ന് വെച്ചാൽ മുണ്ടും ഷർട്ടും ആയിരിക്കും. വിന്റേജ് ആയിട്ട് വരുന്നതാണ് അതിൻ്റെ ഒരു ഇത്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം അതല്ലേ ട്രെൻഡിങ്. അപ്പോൾ അവരൊക്കെ പറയുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ഒരു മുണ്ടും വെള്ള ഷർട്ടും ഇട്ടാണ് എന്നെ പ്രതീക്ഷിക്കുന്നത്. അടുത്ത കലോത്സവം എവിടെയെന്ന സൂചന സർക്കാർ നൽകിയിട്ടില്ലെങ്കിലും കലോത്സവം കളറാക്കാൻ എക്കാലത്തെയും പോലെ 24 പ്രേക്ഷകർക്കൊപ്പമുണ്ടാകും. ടീം 24 കൊല്ലം. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.